ഹലോ ഓൾ, ദിവ്യശ്രീ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഞങ്ങൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈവ് സ്റ്റോറി, ചിറ്റ് ചാറ്റ് വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസിൽ ഒരുപാട് കോമൻസും ഒരുപാട് സപ്പോർട്ടും ഒക്കെ കിട്ടി. എനിക്ക് പേഴ്സണലി ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ഒരുപാട് അവർക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതിനെല്ലാം താങ്ക് യു സോ മച്ച്. പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ കീപ് സപ്പോർട്ടിങ് ആദ്യം തന്നെ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കംപ്ലീറ്റ്ലി എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ മാത്രം പോകാൻ ഇഷ്ടമുള്ള എനിക്ക് എറണാകുളം പോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയോട് ഒരു കൗതുകവും ഇല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആകെപ്പാടെ പോയത് ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് എഴുതാനും പിന്നെ 2-3 തവണ ഈ സ്റ്റാഫ് ടൂറും ഇൻഡസ്ട്രിയൽ വിസിറ്റൊക്കെ വന്നപ്പോഴാണ്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പിള്ളേരെയും കൊണ്ട് പോകുമായിരുന്നു. എന്തോ എനിക്ക് എന്നിലെ ഒരു 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 സാധാരണ പെൺകുട്ടിക്ക് അവിടുത്തെ ആളുകളോടും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയോടും ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ലായിരുന്നു. ഒരു മിസ്മാച്ച് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും ഞാൻ പോയിട്ടുള്ള ആ സമയത്ത് ഞാൻ എറണാകുളത്ത് പോയിട്ടുള്ള 1-2 ഫോട്ടോസൊക്കെ ഞാൻ തുടക്കത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് എറണാകുളത്തെ പറ്റിയല്ല കേട്ടോ. ഇഷ്ടമില്ലാത്ത ഒരു നാട് എനിക്ക് സമ്മാനിച്ചിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത ഒരാളെ പറ്റിയാണ് എൻ്റെ സിസ്റ്റർ. ഓക്കെ, അപ്പം എൻ്റെ പാവം അച്ഛൻ്റെ അമ്മയുടെയും എന്നത്തെയും വിഷമം അവരുടെ കാലശേഷം എനിക്ക് ആരെന്നായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് വേറെ സഹോദരങ്ങളില്ല, ഒന്നുമില്ല. അവർ കുറച്ച് ഏജ്ഡാണ്, ജനറേഷൻ ഗ്യാപ്പുണ്ട്. അപ്പം എപ്പോഴും എനിക്ക് ആരെന്നുള്ളൊരു കൺസേൺ ആയിരുന്നു അവർക്ക് എന്നും ഉണ്ടായിരുന്നത്. വിവാഹ ജീവിതം ഒരു പ്രതീക്ഷയായിരുന്നെങ്കിലും അവിടെയും ആദ്യം പരാജയം മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പരീക്ഷിക്കും, പക്ഷെ ഒരിക്കലും കൈവിടില്ല എന്നല്ലേ പറയാറുള്ളത്. പ്രത്യേകിച്ച് ഞാൻ അത്രയും വിശ്വസിക്കുന്ന എൻ്റെ ഭഗവാൻ, എൻ്റെ ഗുരുവായൂരപ്പൻ. അങ്ങനെ പരീക്ഷിച്ച് ഒരു ദിവസം ഭഗവാൻ ഒരു മിറാക്കിൾ തന്നെ അങ്ങ് കാട്ടി. അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. എൻ്റെ ജീവിതത്തിലേക്ക് എന്നെപ്പോലെ ഇരിക്കുന്ന, സംസാരിക്കുന്ന, ചിന്തിക്കുന്ന മറ്റൊരാളെ കൂടെ തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് മാറി. ആ കഥകളും എങ്ങനെ ആളെ കണ്ടുമുട്ടി എന്നുള്ളതൊന്നും ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളതെല്ലാം അറിയാവുന്നതാണ്. അതുവരെ ഒറ്റയ്ക്ക് വളർന്ന എനിക്ക് ഫ്രണ്ട്സും കസിൻസും എല്ലാമായിരുന്നു ലോകം. നമുക്കറിയാം, ഒറ്റ മക്കളുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു എനിക്ക്. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും അതുപോലെ നമ്മുടെ കസിൻസിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യും. അങ്ങനെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും വളരെ നല്ല ഫ്രണ്ട്ലി ആണ്. അവർ ഭയങ്കര വെൽക്കമിങ് ആണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും ഒക്കെ വന്നാൽ അവർ ദിവസങ്ങളോളം മാസങ്ങളോളം സ്റ്റേ ചെയ്തിട്ടാണ് പോവുക. ഞാൻ അവരോടൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഒന്നാമത് എനിക്ക് ഈ സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് ഒരാളുണ്ടാവുക എന്നൊക്കെ പറയണത് വളരെ എനിക്ക് എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിഷുക്കൈനീട്ടമൊക്കെ കിട്ടുമ്പം അത് സൂക്ഷിച്ച് വെച്ചിട്ട് എൻ്റെ ഒരു പാവം അനീത്തിക്കുട്ടി, ഒരു കസിൻ സിസ്റ്റർ എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് അപ്പോൾ അവൾക്ക് വളയും മാലയും കമ്മലും ഒക്കെ വാങ്ങിച്ച് ഞാൻ എന്തോ ഭയങ്കര ഒരു ചേച്ചിയുടെ സ്ഥാനമൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ പൊതുവേ. ഓക്കെ, അങ്ങനെ പിന്നീട് എന്താ പറയുക, ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോഴാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഞാൻ തിരിച്ചറിഞ്ഞത്. അതങ്ങനെയാണല്ലോ അല്ലേ. നമ്മൾ കുറേ കാലം വിചാരിക്കും നമുക്ക് എല്ലാവരും ഫ്രണ്ട്സാണ് എല്ലാം, പക്ഷെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, നമ്മുടെ റിലേറ്റീവ്സ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ഒരു മോമെൻറ്റ് എൻ്റെ ലൈഫിലും വന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് ശരിയായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എനിക്ക് കുറച്ച് വൈകിയാണെങ്കിലും ഭഗവാൻ എൻ്റെ സ്വന്തം കൂടെ പിറപ്പിനെ തന്നെ തന്നു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഞാൻ എന്താ പറയുക മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ സ്നേഹിക്കുകയും സമയം കണ്ടെത്തുകയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് കുറച്ച് വൈകിട്ടാണ് എൻ്റേതായിട്ട് ഒരു കൂടപ്പിറപ്പിനെ എനിക്ക് ദൈവം തന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറിയത്. അതൊക്കെ ഒരു ഭയങ്കര കോമഡിയാണ് കേട്ടോ. കാരണം ഈ മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എറണാകുളത്തുള്ള ഒട്ടും ഷോപ്പിംഗ് മോൾസ്, എനിക്ക് ഇഷ്ടമില്ലാത്ത നാടായിരുന്ന എറണാകുളത്ത് പിന്നെ ഞാൻ വന്ന് അവിടെയുള്ള എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഷോപ്പിംഗ് മോൾസ്, മൂവീസ് എല്ലാം എൻ്റെ സിസ്റ്റർ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി
പിന്നെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പല കടകളിലും പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, പൈസയൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നോട് ആദ്യമായിട്ടാണ്. ഈവൺ എൻ്റെ അച്ഛനും അമ്മയും അവരുടെ കഴിവിൻ്റെ പരമാവധി എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കൂടി എനിക്ക് പല കാര്യങ്ങളും ഞാൻ പണ്ട് എൻ്റെ കസിൻസിനൊക്കെ ചെയ്തു കൊടുത്തത് എൻ്റെ ഇരട്ടിയുടെ ഇരട്ടി കൊടുത്ത കൊല്ലത്തെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ എനിക്കത് തിരിച്ചു കിട്ടി. എനിക്ക് ഒരുപാട് ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇടാൻ പറ്റി, കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ ഗോൾഡ് എന്നോ ഡയമണ്ട് എന്നോ ഇല്ലാതെ എൻ്റെ ബർത്ത്ഡേസിനൊക്കെ എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒന്നിച്ചുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക അത്ര വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ അതാണ് എല്ലാം എന്നല്ല, ഒരിക്കലുമല്ല. പക്ഷേ എൻ്റെ ലൈഫിൽ അത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ അത് ഒരേ സമയം എനിക്ക് ഒരേ ഹാപ്പി ആയിട്ടും പ്രൗഡായിട്ടും തോന്നി. കാരണം എൻ്റെ സിസ്റ്റർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതുകൊണ്ട് ആൾക്ക് ഇങ്ങനെ വന്ന് എല്ലാം പറയാനും എനിക്ക് ഒരു സപ്പോർട്ട് ആവാൻ സാധിക്കുന്നു. അത് തോന്നി എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൊമെൻറ്റും അതിലേറെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെ എൻ്റെ കല്യാണത്തിന് വരെ എത്തി. എൻ്റെ കല്യാണത്തിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഉറക്കം എന്താ പറയുക, ഭക്ഷണവും പോലും ഇല്ലാതെ ഞങ്ങൾ കടകൾ തോറും കയറി ഇറങ്ങി എനിക്ക് വേണ്ടി പല കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് എന്താ പറയുക എന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു ബ്രൈഡാക്കി മാറ്റാൻ വേണ്ടി ഫുൾ എഫേർട്ട് എടുത്തത് എൻ്റെ സിസ്റ്റർ തന്നെയാണ്. എൻ്റെ പാരൻസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അതിലേറെ ഒരുപാട് കാര്യങ്ങൾക്ക് എൻ്റെ സിസ്റ്റർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആരും കുറ്റം പറയാത്ത രീതിയിൽ എന്നെ ഒരു ബ്രൈഡാക്കി മാറ്റി ആളുടെ ഫാമിലിക്ക് തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളുമായിരുന്നു കേട്ടോ, അതും പറയണമല്ലോ. ഇനി ഇതൊക്കെ മറന്നാലും ഓക്കെ, ഇതെല്ലാം നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മറന്നാലും എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു വിഷമഘട്ടം, ഒരു സങ്കടഘട്ടത്തിൽ എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെന്ത് പറഞ്ഞാലും ആരൊക്കെ എതിര് നിന്നാലും ഞാൻ എന്നും നിൻ്റെ കൂടെ നിൽക്കുമെന്നും നീ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആണെന്നും നീ കഴിഞ്ഞേ ഉള്ളൂ ആരുമെന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ എനിക്ക് നൽകിയ ധൈര്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. കാരണം നമ്മളിപ്പം നമ്മുടെ ഒരു ലൈഫിലൊരു വിഷമഘട്ടം ആരോട് പറഞ്ഞാലും, മേ ബി ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ് തരുന്ന ആ ഒരു സപ്പോർട്ട് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു ധൈര്യം നമുക്ക് എവിടെ നിന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരുമിച്ചാണോ, ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടെയാണോ, കറക്കമാണോ, അല്ലെങ്കിൽ ട്വിൻസ് ആയതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഒരിക്കലുമല്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യതകളും അതിലേറെ വ്യത്യാസങ്ങളും ഉണ്ട്. പ്രധാനമായിട്ടും ഞങ്ങൾ വളർന്നിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞങ്ങളുടെ സ്വഭാവത്തിൽ. അപ്പം ജീവിതത്തിൽ ഒരിക്കലും ഒരു എന്താ പറയുക ഒരു പീപ്പിൾ പ്ലീസർ ആകേണ്ട ആവശ്യമില്ലെന്നും അതുപോലെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും ചില ബൗണ്ടറീസ് എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണെന്നും പിന്നെ ഈ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളെന്നും പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ലൈഫിൽ ഒരു ലേഡി, ഒരു സ്ത്രീ നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്റർ തന്നെയാണ്. ഓക്കെ, എൻ്റെ അമ്മ തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. അതിനേക്കാൾ ഒരുപാട് കുറേ എക്സ്ട്രാ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ തമ്മിലും ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. 3 വർഷമല്ലേ ആയുള്ളൂ, ഞങ്ങൾ കണ്ടിട്ട് 30 വർഷത്തെ എന്താ പറയുക ഈ കടം വീട്ടണമല്ലോ. നിങ്ങളൊക്കെ ഒന്നിച്ച് വളരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക വഴക്ക് കൂടാനും തല്ലുകൂടാനും പിണങ്ങാനും ഇണങ്ങാനൊക്കെ പറ്റും. ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പിണങ്ങും. പക്ഷേ പഴയ പോലെ എല്ലാം മറന്ന് നമ്മൾ ഇണങ്ങിക്കഴിയുമ്പം പഴയ പോലെ ചിരിക്കാനും രസിക്കാനും പരസ്പര ബഹുമാനത്തോടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയാറുണ്ട് എന്ന് മാത്രം കേട്ടോ. അതാണൊരു ഡിഫറൻസ്. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ നീ ചെയ്ത കാര്യങ്ങൾ, ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ, ഒരു പക്ഷേ നീ ചെയ്ത കാര്യങ്ങൾ അത്രയും ഒന്നും എനിക്ക് തിരിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിനക്ക് ജീവിതത്തിൽ എവിടെ നിന്നും കിട്ടാതെ പോയ ഒരു അംഗീകാരം അതെൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. And this is for you, my dearest sister. Thank you so much for everything. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
എനിക്ക് പറയാനുള്ളത്. ഞാനിത് പലപ്പോഴും ഓർക്കുന്നതാണ്. അതായത് പല സമയത്തും പറയണം. പക്ഷേ എനിക്ക് എന്താ പറയുക, ചിലപ്പോൾ അത് വിട്ടുപോകും. നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സമയമില്ല. എക്സ്പ്രസ് ചെയ്യാനായിട്ട് എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് പറ്റാറില്ല. അപ്പോഴൊക്കെ ഞാൻ ഓർത്ത് വെക്കുന്നതാണ്, എന്നെങ്കിലും ഇതുപോലൊരു അവസരം കിട്ടുമ്പം ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം, ആൾക്ക് വേണ്ടി മാത്രമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പം ഇത് കാണുന്നവർക്കൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്ക് സിസ്റ്റർ വന്നപ്പം ഉണ്ടായിട്ടുള്ള കുറച്ച്, എൻ്റെ ലൈഫ് എങ്ങനെയാണ് ടേൺ ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം എനിക്ക് ഇനി നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാരൻസ്, അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ അവരെ സന്തോഷത്തോടെ വയ്ക്കുക, പിന്നെ സമാധാനം കൊടുക്കുക. കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് പുറമേ നിന്നൊന്നും കിട്ടാത്ത സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിന് എൻ്റെ ലൈഫ് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം ഇതൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊന്നും വിഷമിക്കരുതെന്ന് കരുതി ഒളിച്ച പല സാധനങ്ങളും അല്ലെങ്കിൽ വിഷമം പ്രകടിപ്പിക്കാതിരുന്നതൊക്കെ ഒരു സിസ്റ്റർ വന്നപ്പോൾ എനിക്ക് കുറേ കൂടെ ഓപ്പൺ ആവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.